ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിന്റെ 32ാം ദിവസത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഈ ഒരു ദിവസം UAE അതിശക്തമായ പ്രതിരോധം തീർത്ത ഒരു ദിവസം കൂടിയാണ്. ദുബായ്, അജ്മാൻ, ഷാർജ തുടങ്ങി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അതിശക്തമായ മുന്നറിയിപ്പും അതുപോലെ തന്നെ അതിശക്തമായ പ്രതിരോധവും നടന്ന ഒരു ദിവസം കൂടിയാണ്. എന്തായാലും ഈ പ്രതിരോധത്തിനിടയിൽ UAEയിൽ ചില സംഭവങ്ങളും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ദുബായ് തീരത്തുണ്ടായിരുന്ന കുവൈത്ത് ഓയിൽ ടാങ്കറിന് നേരെയും അതുപോലെ തന്നെ ഷാർജയിലെ അൽ തുറായ ടെലികമ്മ്യൂണിക്കേഷൻസിന്റെ ഓഫീസിന് നേരെയും ഇതിനോടൊപ്പം തന്നെ ദുബായിലെ 1-2 താമസ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി, അല്ലെങ്കിൽ അതിന്റെ മിസൈലിന്റെ ഡെബ്രിസുകൾ അവശിഷ്ടങ്ങൾ വീണു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇതിൽ കുറച്ചുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ദുബായിലുള്ള താമസ കേന്ദ്രങ്ങളിൽ മിസൈൽ അവശിഷ്ടം വീണിട്ടാണ് ആളുകൾക്ക് പരിക്കേറ്റത്. മറ്റു സംഭവങ്ങളിൽ ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ കൂടെ തന്നെ ദുബായിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന അപ്ഡേറ്റ് ഇന്നലെ രാത്രി വന്നിരുന്നു. അത് ദുബായിയുടെ കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ച 1 ബില്യൺ ദിർഹത്തിന്റെ, അതായത് 100 കോടി ദിർഹത്തിന്റെ സഹായ പ്രഖ്യാപനമാണ്. അതായത് ഇതുപ്രകാരം ദുബായിയെ ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടി സഹായം ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലേക്ക് എത്തിക്കാനുള്ള തീരുമാനമാണ്. ഇതുപ്രകാരം ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് നാളെ മുതലാണ് ഇത് തുടങ്ങുന്നത്, 6 മാസത്തേക്ക് ഉണ്ടാവും. ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ പ്രഖ്യാപനങ്ങളും പുതിയ ഓഫറുകളും പുതിയ രീതിയിലുള്ള മാറ്റങ്ങളും ഒക്കെ നമുക്ക് ദുബായിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വലിയൊരു പ്രഖ്യാപനം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ഏപ്രിൽ 17 വരെ രാജ്യത്ത് പൂർണ്ണമായിട്ടും സ്വകാര്യ പൊതു വിദ്യാഭ്യാസ മേഖലയിൽ ഓൺലൈൻ പഠനം ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. അത് അധ്യാപകർക്കും അനധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമെല്ലാം ഓൺലൈൻ പഠനമായിരിക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ളൊരു അപ്ഡേഷൻ വന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ്. അതായത് അവരുടെ 82 എയർബോൺ ഡിവിഷന്റെ സൈനികർ മിഡിൽ ഈസ്റ്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം 2500ഓളം സൈനികരാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിലവിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ 82 എയർബോൺ ഡിവിഷൻ എന്ന് പറയുമ്പോൾ അത് യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ ഇറങ്ങുന്ന, പ്രത്യേകിച്ച് കരയുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ ഇറങ്ങുന്ന ഒരു സൈനിക വിഭാഗമാണ്. വിമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് പാരച്യൂട്ടിലൂടെ താഴേക്ക് ഏത് ദുർഘട പാതയിലും നഗരഹൃദയത്തിലും അങ്ങനെ ഏത് മേഖലയിലും വളരെ വേഗത്തിൽ തന്നെ ഇറങ്ങാൻ സാധിക്കുന്ന ഒരു പറ്റം സൈനിക കൂട്ടമാണ് 82 എയർബോൺ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇവർ വളരെ വേഗത്തിൽ അറ്റാക്ക് നടത്തി പിന്നാലെ വരുന്ന സൈനിക ടീമിന് വഴിയൊരുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനിടെ ട്രംപുമായി ബന്ധപ്പെട്ട് 1-2 പ്രഖ്യാപനങ്ങളും കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതൊരു സ്ഥിരതയില്ലാത്ത പ്രഖ്യാപനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഹോർമസ് കടലിടുക്ക് അടഞ്ഞു കിടന്നാലും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് അതിൽ ഒരു പ്രഖ്യാപനം. സങ്കീർണമായ നടപടികൾ നീട്ടിവെക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഹോർമസ് തുറക്കാൻ കരാറുണ്ടാക്കിയില്ലെങ്കിൽ ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പല പല സന്ദർഭങ്ങളിലായി വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അതിനിടെ ഇറാനിൽ അതിശക്തമായ ആക്രമണം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. ഏകദേശം 700ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെയും 300ഓളം ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെയും ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ അൽ ജസീറ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ക്യാൻസർ സെന്റർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നുള്ള കാര്യം ഇറാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബങ്കർ ബസ്റ്റർ ബോംബ് അമേരിക്ക അവിടെ ഉപയോഗിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഒരു സൈനിക കേന്ദ്രത്തിന് സമീപമാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചത്. അതായത് ഭൂമിക്ക് താഴേക്ക് പോയിട്ട് ആ ഒരു മേഖല മൊത്തം ഒന്ന് കുലുക്കിയെടുക്കുന്ന രീതിയിലുള്ള ബോംബുകളാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത്. അത് ആ മേഖലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശത്രുരാജ്യമായ അമേരിക്കയിലേക്കോ ഇസ്രായേലിലേക്കോ ഈ ഇറാനിൽ നിന്ന് ഫോട്ടോയോ വീഡിയോയോ ഒക്കെ എടുത്ത് അയക്കുകയാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇറാനും നൽകിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോയോ ഒക്കെ എടുത്തിട്ട് ഇസ്രായേലിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന നിയമമാണ് അവിടെ നടപ്പിലാക്കാനായി പോകുന്നത്. അതുപോലെ തന്നെ ലെബനോൻ ഭാഗത്തും ഈ യുദ്ധം നടക്കുന്നുണ്ട്. ലെബനോൻ ഇസ്രായേൽ അതിർത്തിയിലും അതിശക്തമായ യുദ്ധവും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ ലെബനോൻ അതിർത്തിയിലുള്ള 60,000ഓളം ആളുകൾ ആ ഒരു മേഖലയിൽ നിന്നും കുടിയൊഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ ഇനി അങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യമാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് സമാധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നവരെ അവരെ എത്തിക്കില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവരെ തിരിച്ചവിടെ കൊണ്ടുവരില്ല എന്നുള്ള കാര്യമാണ് ഇസ്രായേൽ പറയുന്നത്. എന്തായാലും ആ ഒരു മേഖലയിലും ഇത്തരത്തിൽ സംഘർഷവും പ്രശ്നങ്ങളും തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടെ പ്രതീക്ഷയുള്ളൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഈജിപ്തിന്റെ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ ടെലിഫോൺ സംഭാഷണം നടത്തി എന്നുള്ളതാണ്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ
അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ ചർച്ച നടത്തി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വലിയ മാറ്റം അതിലുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം റഷ്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ താല്പര്യമില്ല എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വാഗ്വാദങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കാണാതെ പോകരുത്. ഇനി ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങളാണ് ലോകത്ത് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ 2022 ശേഷം ഗ്യാസ് വിപണിയിൽ വലിയ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു. $4 ഒരു ഗ്യാലന് വില ഉയർന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും വരുന്നത്. അതുപോലെ തന്നെ ആഗോള ഷിപ്പിംഗ് മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഈ ഷിപ്പിംഗ് മേഖലയിലെ പ്രമുഖ നിരീക്ഷകരായ കെപ്ലർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം പറയുന്നുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് പറയുന്നത് ഇതിൻ്റെ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെയായിരിക്കും. പ്രത്യേകിച്ച് ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഊർജ്ജ പ്രതിസന്ധി വലിയ തോതിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി ഫിലിപ്പീൻസിലെല്ലാം വലിയ തോതിലുള്ള ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. അവിടെ നിരവധി പെട്രോൾ സ്റ്റേഷനുകൾ അടച്ചു പൂട്ടുന്ന സാഹചര്യമുണ്ട്. വിമാന സർവീസുകളെ സാരമായി ബാധിക്കുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ വലിയ തോതിൽ പ്രതിസന്ധിയിലൂടെയാണ് ഫിലിപ്പീൻസ് കടന്നു പോകുന്നത്. അങ്ങനെ ആ രീതിയിലേക്ക് മറ്റു പല രാജ്യങ്ങളും എത്തിച്ചേരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് ഖത്തർ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഖത്തർ പറയുന്നത് അവർ അമേരിക്കയുടെ കൂടെ തന്നെയാണ്, അമേരിക്ക അവർക്ക് ആവശ്യമായ സഹായം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ യുദ്ധം അവസാനിച്ചാലും അതിനുശേഷവും ഹോർമുസിന്റെ കാര്യത്തിൽ ഈ മേഖലയിലെ രാജ്യങ്ങൾ ഒന്നടങ്കം ചേർന്ന് തീരുമാനം എടുക്കുമെന്നുള്ള കാര്യമൊക്കെയാണ് ഖത്തർ പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗൾഫുമായി ബന്ധപ്പെട്ട് പ്രവാസികളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം തുടർന്ന് പോവുകയാണെങ്കിൽ അത് പ്രവാസികളെ, അത് ഗൾഫിൽ മാത്രമല്ല ഈ മിഡിൽ ഈസ്റ്റിൽ എങ്ങുമുള്ള അല്ലെങ്കിൽ ഈ ഒരു ഏഷ്യൻ മേഖലയിലുള്ള പ്രവാസികളെ വളരെ വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പലരുടെയും ശമ്പളം വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പലരുടെയും ജോലി പോകാനുള്ള സാധ്യതയുണ്ട്. പല കുടുംബങ്ങളും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അക്കാര്യത്തിൽ പ്രത്യേകിച്ച് മലയാളികൾ എന്നുള്ള നിലയ്ക്ക് കേരള സർക്കാരും ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ സർക്കാരും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ട ആവശ്യമുണ്ടാകുമെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവാസികളുടെ കുടുംബങ്ങളും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാൻ മാനസികമായിട്ടെങ്കിലും സന്നദ്ധമായിരിക്കണം. കാരണം ഒരുപക്ഷെ യുദ്ധം ഇനിയും മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അത് ആർക്കും തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.